വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ലോക്സഭയിലെ സീറ്റ് എണ്ണം 850 ആക്കി ഉയർത്താനാണ് വനിതാ സംവരണ ബില്ലിൽ നിർദ്ദേശിക്കുന്നത്. വനിതാ സംവരണ ഭേദഗതി ബില്ല്, മണ്ഡല പുനർനിർണയ ബില്ല്, കേന്ദ്ര ഭരണ നിയമ ഭേദഗതി എന്നിങ്ങനെ 3 ബില്ലുകളാണ് കേന്ദ്രം കൊണ്ടുവരുന്നത്. പാർലമെന്റിൽ 3-ൽ 2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ബില്ല് പാസ്സാക്കാനാകൂ. അതുകൊണ്ട് തന്നെ ബില്ല് തള്ളിപ്പോയേക്കാനാണ് സാധ്യത. വനിതാ സംവരണത്തെയല്ല, മറിച്ച് മണ്ഡല പുനർനിർണയത്തെയാണ് എതിർക്കുന്നത് എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭയിൽ 18 മണിക്കൂർ ബില്ലിൽ ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ട്. ചർച്ചയുടെ ആദ്യ ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസാരിച്ചേക്കും. രാജ്യസഭയിൽ 16 മണിക്കൂറുമാണ് ചർച്ചയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച DMK MP-മാർ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാകും പാർലമെന്റിൽ എത്തുക. 3 ബില്ലിനെയും എതിർത്ത് വോട്ട് ചെയ്യാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണം മികച്ച രീതിയിൽ നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു. ഇതിനാലാണ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നത്. മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കുതിച്ചുയരുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം ചുരുങ്ങുമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ കാണുന്ന 543 എന്ന നിലയിലേക്ക് എത്തിച്ചത്. എന്നാൽ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം പരമാവധി 850 ഉയർത്തി 33% വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.